എല്ലാവർക്കും PSC വോയേജറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ PYQ സീരീസിൽ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി സെക്ഷന്റെ രണ്ടാമത്തെ ക്ലാസ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്നാമത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്നറിയാൻ കഴിഞ്ഞത് ഒരുപാട് സന്തോഷം. നിങ്ങൾ കമന്റിലൂടെ ഞങ്ങൾക്ക് തരുന്ന സപ്പോർട്ടും ഓരോ ഫീഡ്ബാക്കും ലൈക്കും എല്ലാം നമുക്ക് മുൻപോട്ടുള്ള വീഡിയോസ് ചെയ്യുന്നതിനുള്ള വളരെ വലിയൊരു പ്രചോദനമാണ്. നമ്മൾ ഈ സീരീസ് എന്തായാലും കണ്ടിന്യൂ ചെയ്യും. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പഴയതുപോലെ തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ലാസ്റ്റ് നടന്ന LDC തിരുവനന്തപുരത്തിന്റെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി സെക്ഷനാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി വരുന്ന ASMനും ഒക്കെ ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ ചോദ്യത്തിനോടൊപ്പം മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും അത് ഉത്തരങ്ങളിലേക്ക് എത്തുന്ന രീതിയും ഒന്ന് നോക്കി വരാം. ആദ്യത്തെ ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പറിലെ 71ാമത്തെ ചോദ്യമാണ്. 840 രൂപ വിൽപ്പന വിലയുള്ള തുണിത്തരങ്ങൾ 714 രൂപയ്ക്ക് വിൽക്കുമ്പോൾ വരുന്ന ഡിസ്കൗണ്ട് ശതമാനം എത്രയാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തുന്നതിന് മുമ്പ് നമുക്ക് ഈ ഡിസ്കൗണ്ടിനെ കുറിച്ച് ഒരു ചെറിയൊരു ഐഡിയ ഉണ്ടാക്കിയിട്ട് നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. നമുക്കറിയാം, ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കച്ചവടം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പല സ്ഥാപനങ്ങളും നേരത്തെ വിറ്റിരുന്ന വിലയിൽ നൽകുന്ന ആ ഒരു ഇളവ്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പം ഡിസ്കൗണ്ടിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നതിന് മുൻപ്, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ശതമാനത്തിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഒരു 2 ടേം. വിൽപ്പന വില. എന്താ വിൽപ്പന വില എന്ന് പറഞ്ഞാൽ? അതായത് ആ സാധനം വിൽക്കുന്ന വില. അതിലല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഷർട്ട് മേടിക്കാൻ പോവാം, അല്ലെങ്കിൽ ഒരു അലമാരി മേടിക്കാൻ പോവാം. അപ്പം അതിൽ പ്രിന്റ് ചെയ്തേക്കുന്ന അല്ലെങ്കിൽ മാർക്ക്ഡ് പ്രൈസ്, അതിലൊരു പ്രൈസ് എഴുതിയിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വിൽപ്പന വില എന്ന് പറയുന്നത്. ഈ വിൽപ്പന വില തന്നെ പരസ്യവില എന്നും പറയാറുണ്ട്. പരസ്യ വില. അപ്പൊ വിൽപ്പന വില എന്ന് പറഞ്ഞാലും പരസ്യവില എന്ന് പറഞ്ഞാലും മാർക്ക്ഡ് പ്രൈസ് എന്ന് പറഞ്ഞാലും അതുപോലെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാലും എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പൊ ഏതൊക്കെയാണ്? വിൽപ്പന വില, പരസ്യവില, മാർക്ക്ഡ് പ്രൈസ്, മാർക്കറ്റ് പ്രൈസ്. ഇത് 4ഉം ഒന്ന് തന്നെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കാം. അപ്പൊ നമ്മള് ഈ പരസ്യവിലയുടെ ശതമാനമായിട്ടാണ് സാധാരണ ഡിസ്കൗണ്ട് പറയുന്നത്. പരസ്യവിലയുടെ ശതമാനമായിട്ടാണ് നമ്മൾ ഡിസ്കൗണ്ടിനെ പറയുന്നത്. ഡിസ്കൗണ്ട് തന്നെയാണ് വിലക്കിഴിവ് എന്ന് പറഞ്ഞാലും ഡിസ്കൗണ്ടിന്റെ മലയാള പദമാണ് വിലക്കിഴിവ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു, ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിലായിരിക്കും? അതിന്റെ പരസ്യവിലയിലായിരിക്കും. ഡിസ്കൗണ്ട് എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിന്റെ പരസ്യവിലയിൽ അല്ലെങ്കിൽ വിൽപ്പന വിലയിൽ ആയിരിക്കും. അപ്പൊ നമ്മളോട് ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താണ്? ഡിസ്കൗണ്ട് ശതമാനം എത്രയാണെന്നാ ചോദിച്ചേക്കുന്നത്. ഡിസ്കൗണ്ട് ശതമാനം കാണാനുള്ള ഇക്വേഷൻ ഞാൻ ഇവിടെ എഴുതാം. ഡിസ്കൗണ്ട് ശതമാനം എന്ന് പറഞ്ഞാല് നമുക്ക് എത്ര രൂപയാണോ ഡിസ്കൗണ്ട് കിട്ടുന്നത്, ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ, നമ്മൾ പറഞ്ഞു ഡിസ്കൗണ്ട് എപ്പോഴും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന എന്തിലായിരിക്കും? അതിന്റെ പരസ്യവിലയിലായിരിക്കും. അതിന്റെ പരസ്യവിലയിൽ. അപ്പൊ ഇതിന്റെ ഡിനോമിനേറ്റർ എന്തായിരിക്കും? പരസ്യവില. അപ്പൊ നമ്മളോട് ചോദിച്ചേക്കുന്ന ശതമാനമാണല്ലോ. അപ്പോ ഇൻറ്റു 100. നമ്മളോട് ചോദിച്ചേക്കുന്നത് ഡിസ്കൗണ്ട് ശതമാനമാണ്. അപ്പോൾ ന്യൂമറേറ്റർ ആയിട്ട് നമുക്ക് ലഭിച്ച ഡിസ്കൗണ്ട് എത്ര രൂപയാണെന്നുള്ള കാര്യം നമ്മൾ ന്യൂമറേറ്ററിൽ ഡിസ്കൗണ്ട് എഴുതണം. ഡിനോമിനേറ്ററിൽ നമ്മൾ എന്തെഴുതും? എന്തിലാണോ നമ്മൾ ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, പരസ്യവിലയിലാണ് നമ്മൾ ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഡിനോമിനേറ്റർ എപ്പോഴും പരസ്യവിലയായിരിക്കും. അപ്പൊ ഇൻറ്റു ശതമാനത്തിൽ കാണേണ്ടത് കൊണ്ട് ഇൻറ്റു 100. അപ്പൊ ഡിസ്കൗണ്ട് ശതമാനം ഇസ് ഈക്വൽ ടു ഡിസ്കൗണ്ട് ഡിവൈഡഡ് വിത്ത് പരസ്യവില ഇൻറ്റു 100. ആശയം ക്ലിയർ ആയി കഴിഞ്ഞാൽ ഇക്വേഷൻ നമുക്ക് എളുപ്പമായിട്ട് എഴുതാൻ പറ്റും. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യം ചെയ്ത് നോക്കിയാലോ. നമ്മുടെ ചോദ്യത്തിൽ എന്താ പറഞ്ഞേക്കുന്നത്? 840 രൂപ വിൽപ്പന വിലയുള്ള. അപ്പൊ അതിന്റെ വിൽപ്പന വിലയാണ് നമുക്ക് തന്നേക്കുന്നത്. വിൽപ്പന വില തന്നെയാണല്ലോ നമ്മുടെ പരസ്യവില. അപ്പൊ പരസ്യവില എന്ന് പറയുന്നത് എത്രയാ? 840 രൂപയാണ്. അത് എത്ര രൂപയ്ക്കാണ് വിറ്റത്? 714 രൂപയ്ക്ക് വിറ്റു. അപ്പൊ എത്രയോ ശതമാനം ഡിസ്കൗണ്ട്. അപ്പൊ കടയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടോ എത്ര ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട്? അപ്പൊ അങ്ങനെ ഡിസ്കൗണ്ട് ഉള്ളത് കൊണ്ട് 840 രൂപ വിലയുള്ള സാധനം എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്? അവര് 714 രൂപയ്ക്കാണ് വിൽക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ കിട്ടിയേക്കുന്ന ഡിസ്കൗണ്ട് കാണാൻ വേണ്ടിയിട്ട് 840 നിന്നും ഡിസ്കൗണ്ട് കഴിച്ചിട്ടുള്ള വിലയായ 714 നമ്മൾ കുറയ്ക്കും. അപ്പൊ എത്ര വരും? 14/6 126 രൂപയാണ്
അയാൾക്ക് അവിടെ ഡിസ്കൗണ്ട് കിട്ടിയത്. അപ്പൊ നമ്മുടെ ഡിസ്കൗണ്ടിന്റെ ആ ഭാഗത്ത് നമ്മൾ എന്ത് എഴുതും? 126 ഡിവൈഡഡ് വിത്ത് നമ്മുടെ പരസ്യവില എത്രയാ? അതിൽ പരസ്യവില എന്ന് പറഞ്ഞാലും വിൽപ്പന വില എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാ നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ഇവിടുത്തെ വിൽപ്പന വില എത്രയായിരുന്നു? 840 ഇൻറ്റു 100. ക്ലിയർ ആയോ? ഒന്നുകൂടെ ഞാനൊന്ന് പറയാം. ഡിസ്കൗണ്ട് ശതമാനം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇക്വേഷൻ എങ്ങനെയാണ്? ഡിസ്കൗണ്ട് ഡിവൈഡഡ് വിത്ത് പരസ്യവില ഇൻറ്റു 100. ഡിസ്കൗണ്ട് നമ്മൾ കണ്ടുപിടിക്കും. എങ്ങനെയാണ് നമ്മൾ ഡിസ്കൗണ്ട് കണ്ടുപിടിക്കേണ്ടത്? പരസ്യവില എത്രയാണെന്ന് നമ്മൾ നോക്കും. ആ പരസ്യവിലയിൽ നിന്നും ഡിസ്കൗണ്ട് കഴിച്ചിട്ടുള്ള തുക എത്രയാണെന്ന് നോക്കി അത് കുറയ്ക്കും. അപ്പൊ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുമല്ലോ. ആ ഡിസ്കൗണ്ട് ഡിവൈഡഡ് വിത്ത് പരസ്യവില ഇൻറ്റു 100 ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് ശതമാനം കിട്ടും. ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പൊ നമുക്കിനി ഇതൊന്ന് വെട്ടി കുറച്ച് നോക്കാം. 0 0 ക്യാൻസൽ ചെയ്യാം. ഇതിനെ നമുക്ക് 84 126 2 കൊണ്ട് വെട്ടാം. 4 2 8 ഈ 2 4 6 2 12 3 2 6 63 42 7 കൊണ്ട് വെട്ടാലോ. 6 7 42 9 7 63 9 6 നമുക്ക് 3 കൊണ്ട് വെട്ടാം. 2 3 6 3 9 1 2 2 2 10. അപ്പൊ ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ 3 into 5 നമ്മുടെ ആൻസർ നമുക്ക് കിട്ടി. 15% ഇവിടുത്തെ ഡിസ്കൗണ്ട് ശതമാനം. അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ വരുന്നത്. അപ്പോൾ ഇത്രയും നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. ഡിസ്കൗണ്ട് ശതമാനം എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് ഡിവൈഡഡ് വിത്ത് പരസ്യവില ഇൻറ്റു 100. എപ്പോഴും ഡിനോമിനേറ്റർ പരസ്യവിലയായിരിക്കണം, അല്ലെങ്കിൽ വിൽപ്പന വിലയായിരിക്കും ഡിനോമിനേറ്റർ എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. അപ്പൊ നമുക്ക് ഇതിന്റെ ഉത്തരത്തിലേക്ക് എളുപ്പം എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള SCERT-യിൽ നിന്നുള്ള 7ാം ക്ലാസ്സിലെ പണമിടപാടുകൾ എന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അതിൽ നിന്നും 2-3 ചോദ്യങ്ങൾ, ഇപ്പൊ SCERT-യിൽ നിന്നെല്ലാം ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിൽ നിന്നും 2-3 ചോദ്യങ്ങളാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം അതേ ചോദ്യം തന്നെയാണ്, വേറൊരു രീതിയിൽ. അതായത് ഇവിടെ നമ്മളോട് ചോദിച്ചേക്കുന്നത് ഡിസ്കൗണ്ട് ശതമാനം തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ചോദ്യം ഞാൻ ആദ്യം ആഡ് ചെയ്തേക്കുന്നത്. നമുക്ക് ചോദ്യം ഒന്ന് നോക്കാം. ഒരു ഫർണിച്ചർ കടയിൽ 15,000 രൂപയുടെ കട്ടിലും 25,000 രൂപയുടെ അലമാരയും ഒരുമിച്ച് വാങ്ങുന്നവർക്ക് അവ 36,000 രൂപയ്ക്ക് നൽകും. എത്ര ശതമാനം കിഴിവാണ് അവർക്ക് നൽകുന്നത്? അപ്പൊ നമ്മൾ പറഞ്ഞു ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാലും കിഴിവ് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. അപ്പൊ എത്ര ശതമാനം കിഴിവാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് ഡിസ്കൗണ്ട് ശതമാനമാണെന്നുള്ള കാര്യം ഇനി നിങ്ങൾക്ക് മാറിപ്പോകരുത്. കാരണം കിഴിവ് എന്ന് പറയുന്നത് ഡിസ്കൗണ്ടിന്റെ മലയാള പദമാണ്. അപ്പൊ എത്ര ശതമാനം കിഴിവെന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് ശതമാനമാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഡിസ്കൗണ്ട് ശതമാനം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കുറച്ചു മുമ്പ് ഇക്വേഷൻ പറഞ്ഞായിരുന്നു. എങ്ങനെയാണ് ഡിസ്കൗണ്ട് ശതമാനം എന്ന് പറഞ്ഞാൽ? ഇക്വേഷൻ പറയൂ. ഡിസ്കൗണ്ട്, നമുക്ക് ലഭിച്ച ഡിസ്കൗണ്ട് എത്ര രൂപയാണെന്ന് ന്യൂമറേറ്ററിൽ നമ്മൾ എഴുതും. ഡിവൈഡഡ് വിത്ത് പരസ്യവില ഇൻറ്റു 100. ഇതാണല്ലോ നമ്മുടെ ഇക്വേഷൻ. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ 2 സാധനങ്ങൾ അയാൾ വാങ്ങുന്നുണ്ട്. 15,000 രൂപയുടെ കട്ടിലും 25,000 രൂപയുടെ അലമാരയും ഒരുമിച്ച് വാങ്ങുന്നവർക്കെന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ആ കട്ടിലിലും അലമാരയിലും വെച്ചിരിക്കുന്ന പ്രിന്റഡ് പ്രൈസ് എത്രയാണ്? 15,000 രൂപയും 25,000 രൂപയുമാണല്ലോ. അപ്പൊ അത് രണ്ടും ഒരുമിച്ച് വാങ്ങുക എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടിന്റെയും പരസ്യവില കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? അത് തമ്മിൽ കൂട്ടിയാൽ പോരെ. രണ്ടിന്റെയും പരസ്യവില സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ പരസ്യവില മൊത്തം എത്ര വരും? രണ്ടും കൂടെ ആഡ് ചെയ്താൽ പോരെ. അപ്പൊ നമുക്ക് പരസ്യവില ഒന്ന് കണ്ടുപിടിക്കാം. അപ്പൊ പരസ്യവില ഇസ് ഈക്വൽ ടു എത്രയായിരിക്കും? 15,000 രൂപയും പ്ലസ് എത്രയാണ്? 25,000 രൂപയും. കട്ടിലും അലമാരയും അതിന്റെ രണ്ടിന്റെയും പരസ്യവില നമ്മൾ കൂട്ടാൻ പോവുകയാണ്. അപ്പൊ എത്ര വരും? 0 0 0 5 5 10 1 2 4. അപ്പൊ 40,000 രൂപയാണ് അതിന്റെ പരസ്യവില എന്ന് പറഞ്ഞേക്കുന്നത്. അത് ഒരുമിച്ച് വാങ്ങുന്നവർക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കും എന്നാ പറഞ്ഞേക്കുന്നത്? 36,000 രൂപയ്ക്ക് അവർക്ക് കിട്ടും. ശരിക്കും 40,000 രൂപയുടെ സാധനം 36,000 രൂപയ്ക്ക് കിട്ടുമെങ്കിൽ എത്ര രൂപ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടി? നമുക്ക് അത് എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ നമ്മുടെ ഇതാണ് കേട്ടോ പരസ്യവില. പരസ്യവില ഇത്. ഇനി നമുക്ക് ഡിസ്കൗണ്ട് കണ്ടുപിടിക്കാം. അപ്പൊ ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ എത്ര വരും? 40,000 രൂപയുടെ സാധനം 36,000 രൂപയ്ക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ ആ ഡിഫറൻസ് എടുത്താൽ പോരെ ഡിസ്കൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. 40,000 മൈനസ് 36,000. നമുക്കൊന്ന് കുറച്ച് നോക്കാം. 10 6 പോയാലും 4,000 രൂപയാണ് അവിടെ ഡിസ്കൗണ്ട് കിട്ടിയത്. അപ്പൊ നമുക്ക് കണ്ട 2 സംഭവങ്ങൾ നമുക്ക് കിട്ടി. ഡിസ്കൗണ്ടും കിട്ടി, പരസ്യവിലയും കിട്ടി. ഇനി ഡിസ്കൗണ്ട് ശതമാനം കണ്ടുപിടിക്കാൻ പാടില്ലേ? അപ്പോ ഡിസ്കൗണ്ട് ശതമാനം എന്ന് പറഞ്ഞാല് നമ്മുടെ ഡിസ്കൗണ്ട് ആയ 4,000 ഡിവൈഡഡ് വിത്ത് പരസ്യവിലയായ 40,000 ഇൻറ്റു 100. ഇനി നമുക്ക് ഇതിനെ വെട്ടി കുറയ്ക്കാലോ. 0 0
ഇവിടെ പോയി 10. അപ്പോൾ 10% ഇവിടുത്തെ ഡിസ്കൗണ്ട് ശതമാനം. ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. ഇത് SCRT-യിലെ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ എടുത്തേക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇത് നന്നായിട്ട് ചെയ്തു പഠിക്കുക. ചിലപ്പോൾ ഈ ചോദ്യങ്ങൾ തന്നെ വരാനുള്ള സാധ്യതയും ഉണ്ട്. ഇനി ഡിസ്കൗണ്ടിന്റെ തന്നെ മറ്റൊരു രീതിയിലുള്ള ചോദ്യം. ഇതും SCRT കൊടുത്തിരിക്കുന്ന ഒരു ചോദ്യമാണ്. നിങ്ങൾ നോക്കുക, ഞാൻ ചോദ്യം വായിക്കാം. ഒരു കടയിൽ നിന്ന് 500 രൂപ വില രേഖപ്പെടുത്തിയ ഷർട്ട് വാങ്ങുമ്പോൾ 20% വിലക്കിഴിവ് നൽകുന്നു. അങ്ങനെയെങ്കിൽ ഷർട്ടിന് എത്ര രൂപ നൽകണം? ഒരു കടയില് 20% വിലക്കിഴിവിൽ സാധനങ്ങൾ വിൽക്കുകയാണ്. വിലക്കിഴിവ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്കൗണ്ട് തന്നെയാണ് വിലക്കിഴിവെന്ന് പറയുന്നതും. അപ്പോൾ ആ കടയിൽ 20% വിലക്കിഴിവിലാണ് സാധനങ്ങൾ വിൽക്കുന്നത്. അവിടെ ഒരു ഷർട്ടില് 500 രൂപ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഷർട്ടിൽ പ്രിന്റ് ചെയ്തേക്കുന്ന വിലയാണ് എത്ര? 500 രൂപ എന്ന് പറയുന്നത്. അപ്പൊ അതായത് ഷർട്ടിന്റെ പരസ്യ വിലയാണ് എന്ത്? 500 രൂപ. 500 രൂപ പരസ്യവിലയുള്ള ഷർട്ട് 20% വിലക്കിഴിവ് നൽകിയാൽ അല്ലെങ്കിൽ 20% ഡിസ്കൗണ്ട് നൽകിയാൽ എത്ര രൂപയ്ക്കായിരിക്കും അത് കൊടുക്കുന്നത്? അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പരസ്യവില ഇൻറ്റു ഒരു ഫ്രാക്ഷൻ അത് ചെയ്യുമ്പോൾ നമ്മൾക്ക് അത് എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത് എന്നുള്ള കാര്യം കിട്ടും. ഇനി ഫ്രാക്ഷൻ എങ്ങനെയാണ് എഴുതുന്നതെന്ന് ഞാൻ പറയാം. ഈ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ എപ്പോഴും 100 ആയിരിക്കും. ഇനി ഈ ന്യൂമറേറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ഞാൻ പറയാം. വസ്തുവിന്റെ മുഴുവൻ വില, അതായത് ഏത് വസ്തുവാണോ ഡിസ്കൗണ്ടിന് കൊടുക്കുന്നത് അതിന്റെ മുഴുവൻ വിലയെ നമ്മൾ 100% എന്നാണ് എപ്പോഴും എടുക്കുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ? അത് 20% വിലക്കിഴിവിന് നൽകുന്നു എന്നാ പറഞ്ഞേക്കുന്നത്. 20% അവിടുത്തെ ഡിസ്കൗണ്ട്. അപ്പൊ ഈ 100 എന്നുള്ളത് എത്ര ശതമാനമാണോ ആ ഡിസ്കൗണ്ട് അത് 100ൽ നിന്ന് കുറയ്ക്കും. അപ്പൊ അത് 80 ആവും. കാരണം എന്താ? 100ൽ നിന്നും 20 കുറയ്ക്കുമ്പോഴല്ലേ 80 വരുന്നത്. അപ്പോൾ ഇനി 10% ഡിസ്കൗണ്ട് എന്ന് വിചാരിക്കാം. 10% ആ കടയിൽ ഡിസ്കൗണ്ട് കൊടുത്തതെങ്കിൽ അത് എത്രയായേനെ? 100 എന്നുള്ളത് 90 ആയേനെ. എങ്ങനെയാ 90 വന്നേ? 100ൽ നിന്നും 10% ഡിസ്കൗണ്ട്, 100ൽ നിന്നും 10 കുറയ്ക്കുമ്പോൾ 90 വന്നു. ഒന്നുകൂടെ പറയാം. ഇനി ആ കടയിൽ 30% ഡിസ്കൗണ്ട് ഉണ്ടെന്നാ പറഞ്ഞേക്കണെങ്കിലോ നമ്മുടെ ന്യൂമറേറ്റർ എന്താവും? 100ൽ നിന്നും 30 കുറച്ച് അവിടെ 70 ആവും നമ്മുടെ ന്യൂമറേറ്റർ. ക്ലിയർ ആയോ? അപ്പൊ നമ്മുടെ ഈ ചോദ്യത്തിലേക്ക് നമുക്ക് ഇനി ഒന്ന് വരാം. ഒരു കടയിൽ നിന്ന് 500 രൂപ വില രേഖപ്പെടുത്തിയ ഷർട്ട് വാങ്ങുമ്പോൾ 20% വിലക്കിഴിവ് നൽകുന്നു. അങ്ങനെയെങ്കിൽ ഷർട്ടിന് എത്ര രൂപ നൽകണം? അപ്പോൾ ഇവിടുത്തെ പരസ്യവിലയായ 500 നമ്മൾ എഴുതി. 500 ഇൻറ്റു ഒരു ഭിന്നസംഖ്യ. ആ ഭിന്നസംഖ്യയുടെ ഡിനോമിനേറ്റർ എപ്പോഴും 100 ആയിരിക്കും. ഇനി അതിന്റെ ന്യൂമറേറ്ററിൽ എന്താ എഴുതണ്ടേ? 20% ഇവിടെ ഡിസ്കൗണ്ട്. അപ്പൊ 20% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ 100ൽ നിന്നും 20 കുറച്ചിട്ടുള്ള 80. ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം കിട്ടി. അപ്പൊ നമുക്ക് നോക്കാം. 0 ക്യാൻസൽ ചെയ്തു. 5 ഇൻറ്റു 80 എന്ന് പറയുമ്പോൾ 400 രൂപയ്ക്കായിരിക്കും അയാൾ ആ ഷർട്ട് വിൽക്കുന്നത്. മനസ്സിലായോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ തരുമ്പോൾ പരസ്യവില നമുക്ക് തന്നിട്ടുണ്ട്, ഡിസ്കൗണ്ടിന്റെ ശതമാനവും തന്നിട്ടുണ്ട്, ആ ഷർട്ട് എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത് എന്ന് ചോദ്യങ്ങൾ വന്നു കഴിയുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യണം? പരസ്യവില ഇൻറ്റു ഒരു ഭിന്നസംഖ്യ. ആ ഭിന്നസംഖ്യയുടെ ഡിനോമിനേറ്റർ എപ്പോഴും 100 ആയിരിക്കും. ന്യൂമറേറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എത്ര ശതമാനമാണോ ഡിസ്കൗണ്ട് ആ ശതമാനം 100ൽ നിന്ന് കുറയ്ക്കുമ്പോൾ ഏതാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അത് ന്യൂമറേറ്റർ ആയിട്ട് കൊടുത്തിട്ട് കട്ട് ഷോട്ട് ചെയ്ത് കഴിയുമ്പോൾ, നമ്പേഴ്സിനെ കട്ട് ഷോട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഉത്തരം കിട്ടും. അതായിരിക്കും നിങ്ങളുടെ ആൻസർ. അപ്പൊ ഇവിടുത്തെ ചോദ്യത്തില് പരസ്യവില 500 വന്നു, 20% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞപ്പോൾ ന്യൂമറേറ്ററിൽ നമ്മൾ 100ൽ നിന്നും 20 കുറച്ച് 80 കൊടുത്തു. എന്നിട്ട് ഇതിനെ വെട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഉത്തരമായ 400 കിട്ടി. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ക്ലിയർ ആയെന്ന് കരുതുന്നു. അടുത്ത ചോദ്യം നോക്കാം. ഒരു കച്ചവടക്കാരൻ 2500 രൂപ കൊടുത്തു വാങ്ങിയ ഫാൻ 40% വില വർദ്ധിപ്പിച്ച് 15% കിഴിവ് കൊടുത്തു വിൽക്കുന്നു. അത് എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം ഇതും നമ്മുടെ സ്കൂൾ ടെക്സ്റ്റിലെ SCRT-യിലെ ആ പാഠത്തിൽ നിന്നുള്ള ചോദ്യമാണ്. അപ്പൊ നമുക്ക് ഈ ചോദ്യം നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞേക്കുന്ന കേസിൽ, തൊട്ട് മുമ്പ് പറഞ്ഞ കേസിൽ ഒറ്റ തവണയാണ് പെർസെന്റേജിന്റെ കാര്യം, ഡിസ്കൗണ്ടിന്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ അയാള്, ആ കച്ചവടക്കാരൻ, ഒരു തവണ വില വർദ്ധിപ്പിച്ചു, അതിനുശേഷം കിഴിവ് കൊടുത്തു. കിഴിവെന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് എന്ന് തന്നെയാണ് കേട്ടോ. അപ്പൊ 2 തവണ പെർസെന്റേജിന്റെ കാര്യം വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ തൊട്ട് മുമ്പ് എന്തായിരുന്നു എഴുതിയേ? പരസ്യവില ഇൻറ്റു ഒരു ഭിന്നസംഖ്യ. അതൊരു തവണ ശതമാനം പറഞ്ഞതുകൊണ്ട്. അപ്പൊ ഈ കേസിൽ വരുമ്പോൾ 2 തവണ ശതമാനം പറയണം. 2 തവണ ശതമാനം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 2 തവണ ഭിന്നസംഖ്യ കൊണ്ട് ഗുണിക്കണം.
അപ്പോൾ ഞാൻ പറയാം, നോക്കിക്കോ. ഒരു കച്ചവടക്കാരൻ 2500 രൂപ കൊടുത്തു വാങ്ങിയ ഫാൻ. അപ്പോൾ ഫാനിന്റെ ആ കച്ചവടക്കാരൻ വാങ്ങിയ വില, അപ്പൊ ആ ഫാനിന്റെ വില എന്ന് പറയുന്നത് എത്രയാണ്? 2500 രൂപ. ആ കച്ചവടക്കാരൻ വാങ്ങിയ വിലയും ഒക്കെ കൂട്ടിയായിരിക്കുമല്ലോ ഫാനിന് വില ഇടുന്നത്. അപ്പൊ ഫാനിന്റെ പരസ്യവില എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? ഇതാണ് ഫാനിന്റെ പരസ്യവില. പരസ്യവില എത്രയാണ്? 2500 രൂപ കൊടുത്തു വാങ്ങിയ ഫാൻ 40% വില വർദ്ധിപ്പിച്ചു. ആദ്യം അയാൾ എന്ത് ചെയ്തു? അതിന് 40% വില വർദ്ധിപ്പിച്ചു, എന്നിട്ട് 15% കിഴിവ് കൊടുത്തു വിൽക്കുന്നു. അപ്പൊ 2 തവണ പെർസെന്റേജിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ പരസ്യവില ഇൻറ്റു ആദ്യം ഒരു ഭിന്നസംഖ്യ, അതിന്റെ ഡിനോമിനേറ്റർ എപ്പോഴും 100 ആയിരിക്കും. അപ്പോൾ ഒരു കേസ് കഴിഞ്ഞു കേട്ടോ, ഒരു പെർസെന്റേജിന്റെ കാര്യം കഴിഞ്ഞു. ഇൻറ്റു വീണ്ടും ഒരു ഭിന്നസംഖ്യ, അതിന്റെ ഡിനോമിനേറ്റർ 100 തന്നെയായിരിക്കും. ഇതിങ്ങനെ എത്ര തവണ ഈ പെർസെന്റേജിന്റെ കാര്യം ഇതിൽ പറയുന്നുണ്ടോ അത്രയും തവണ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോവാം. മനസ്സിലായോ? ന്യൂമറേറ്റർ എഴുതുന്ന കാര്യം ഞാൻ പറഞ്ഞു തരാം, ശ്രദ്ധിച്ചോ. ആദ്യം എന്താ ചെയ്തേ? 40% വില വർദ്ധിപ്പിച്ചു. നമ്മൾ പറഞ്ഞു ഏതൊരു വസ്തുവിന്റെ ആണെങ്കിലും മുഴുവൻ വില എന്ന് പറയുന്നത് 100% ആയിരിക്കും. ഇനി ഇവിടെ 40% വില വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞത് കൊണ്ട് ന്യൂമറേറ്റർ കണ്ടെത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? 100 കൂടി 40 കൂട്ടി 140 ആയിരിക്കും നമ്മുടെ ന്യൂമറേറ്റർ. ഇനി അയാൾ 50% വില വർദ്ധിപ്പിച്ചതെന്ന് പറഞ്ഞാലോ, നമ്മൾ 100 50 കൂട്ടി 150 ആയിരിക്കും നമ്മുടെ ന്യൂമറേറ്റർ. 70% വില വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അപ്പൊ എങ്ങനെയായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങള്. എത്ര വരും? 170 ആയിരിക്കും നമ്മുടെ ന്യൂമറേറ്റർ. അപ്പൊ അത് എങ്ങനെയാ വന്നേ? 100 കൂടി 70 ആഡ് ചെയ്തു. ക്ലിയർ ആയോ? അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഇവിടെ ഫസ്റ്റ് സംഭവം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. പരസ്യവില എത്ര വന്നു? പരസ്യവില 2500 രൂപയാണെന്ന് പറഞ്ഞു. 2500 ഇൻറ്റു ആദ്യം 40% വില വർദ്ധിപ്പിച്ചു. അപ്പോ ഭിന്നസംഖ്യ നമ്മൾ എഴുതാൻ പോവാണ്. അതിന്റെ ഡിനോമിനേറ്റർ 100 ആണ്. 100ൽ ഇതിന്റെ ന്യൂമറേറ്റർ എന്ത് വരും? 40% വില വർദ്ധിപ്പിച്ചത് കൊണ്ട് ഇൻറ്റു 140. ക്ലിയർ ആയോ? കഴിഞ്ഞോ? കഴിഞ്ഞില്ല. കാരണം എന്താ? ഒരു പെർസെന്റേജിന്റെ കാര്യം കൂടെ പറയുന്നുണ്ട്. 15% കിഴിവ് കൊടുത്തു. ഇപ്പൊ 15% കിഴിവ് കൊടുത്താൽ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു 100% മുഴുവൻ വില കൊടുത്താല് 15% അവിടെ കിഴിവെന്ന് പറഞ്ഞാൽ നമ്മുടെ ന്യൂമറേറ്റർ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 100ൽ നിന്നും 15 കുറച്ചാൽ മതി. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 10ന്ന് 5 പോയി കഴിഞ്ഞാൽ 5, 9ന്ന് 1 പോയാൽ 8, അപ്പൊ 85 വരും. അപ്പൊ ഇൻറ്റു 85/100. ഇതെപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും. 100 എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ ഒരിക്കലും മാറില്ല. ഇനി ഇതിനെ വെട്ടി കുറച്ച് കഴിഞ്ഞാൽ എത്ര രൂപയ്ക്കാണ് അയാൾ അത് വിൽക്കുന്നത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് നോക്കാം. 0 കട്ട് ചെയ്യാം. ഈ 0യും പോയി. ഇനി നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്യണം. 25 ഇൻറ്റു 14 ഇൻറ്റു 85 നോക്കാം. അപ്പൊ ഈ ന്യൂമറേറ്റർ കിടക്കുന്ന സംഭവത്തിനെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 29750 എന്ന് വരും. കാൽക്കുലേഷൻ നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. വീഡിയോയുടെ ലെങ്ത് കൂടി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് അങ്ങനെ പെട്ടെന്ന് ഇട്ടത്. അപ്പൊ നോക്കുക, ഇനി നമ്മുടെ ന്യൂമറേറ്റർ നമുക്ക് കിട്ടി. അപ്പൊ താഴെ ഒരു 0യും ഉണ്ട്. ഇതിനെ കട്ട് ഷോട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് എത്ര വരും? 2975. ഇതായിരിക്കും നമ്മുടെ ഉത്തരം വരുന്നത്. അപ്പൊ ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ഉത്തരം. 2500 രൂപ വില കൊടുത്തു വാങ്ങിയ ഫാൻ 40% വില വർദ്ധിപ്പിച്ച് 15% കിഴിവ് കൊടുത്തു കഴിയുമ്പോൾ എത്ര രൂപയ്ക്കാണ് അയാൾ വിൽക്കുന്നത്? ഓപ്ഷൻ സി 2975. ഇത് കാൽക്കുലേഷൻ എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചാൽ മതി, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരുന്നതായിരിക്കും. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലെ അടുത്ത ചോദ്യം നോക്കാം. 11 സംഖ്യകളുടെ ശരാശരി 66 ആണ്. ഒരു സംഖ്യ കൂടി ചേർത്തപ്പോൾ ശരാശരി 72 ചേർത്ത സംഖ്യ ഏത്? നമ്മുടെ സിലബസിലെ ശരാശരി എന്ന ഭാഗത്ത് നിന്നും വന്നിരിക്കുന്ന ചോദ്യമാണ്. ശരാശരി കാണുന്നതിനുള്ള ഇക്വേഷൻ എന്താണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ ഇവിടെ ഒന്ന് എഴുതാം. ശരാശരി എന്ന് പറഞ്ഞാൽ ആകെ തുക ഡിവൈഡഡ് വിത്ത് എണ്ണം. ഇതാണ് ശരാശരിയുടെ ഇക്വേഷൻ. ഞാനിത് പ്രോപ്പറായിട്ട് ചെയ്യേണ്ട ഒരു രീതി പറയാം. അതായത് ഇക്വേഷൻസ് ഒക്കെ വെച്ച് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ഞാൻ പറയാം. അതിനുശേഷം ഇത് ഷോർട്ട് കട്ടിൽ ചെയ്യേണ്ട രീതിയും പറയാം. ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ആപ്റ്റ് ആയിട്ട് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം.
അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ ഫോക്കസ് ചെയ്തിട്ടുള്ള മെത്തേഡിലൊന്ന് നോക്കാം. അപ്പം നമ്മൾ പറഞ്ഞു ശരാശരി എന്ന് പറഞ്ഞാൽ എന്താണ്? തുക ബൈ എണ്ണമാണ്. ഇപ്പൊ ചോദ്യത്തിൽ എന്താ തന്നിരിക്കുന്നത്? 11 സംഖ്യകളുടെ ശരാശരി 66 ഒരു സംഖ്യ കൂടി ചേർത്തപ്പോൾ ശരാശരി 72 ചേർത്ത സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ 11 സംഖ്യകളുടെ ശരാശരി 66 പറയുമ്പോൾ നമ്മുടെ ഇക്വേഷനിലേക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. ശരാശരി എത്രയാണ്? 66. അത് എത്ര സംഖ്യകളുടെയാണ്? 11 സംഖ്യകളുടെ. അപ്പൊ അവരുടെ തുക, ആ 11 സംഖ്യകളുടെ തുക നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ 66 എന്ന് പറഞ്ഞാല് തുക ബൈ എണ്ണം. എണ്ണം എത്രയാ? 11. അപ്പൊ ഈ 66 സംഖ്യകളുടെ തുക നമുക്ക് എത്രയാന്ന് കിട്ടും? ഇതിനെ തമ്മിൽ ഗുണിച്ചാൽ മതിയല്ലോ. 66 × 11 ആയിരിക്കും നമ്മുടെ തുക എന്ന് പറയുന്നത്. തുക ഈസ് ഈക്വൽ ടു 66 × 11. ഏത് സംഖ്യയും 11 കൊണ്ട് ഗുണിക്കാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പവഴിയുണ്ട്. ഇത് എവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 66 × 11 ആണല്ലോ. അപ്പൊ ഈ രണ്ട് സംഖ്യകളെ രണ്ട് എക്സ്ട്രീമിലേക്ക് അങ്ങ് മാറ്റി എഴുതാം. അപ്പൊ ഇതിനെ മാറ്റുമ്പോൾ എങ്ങനെ വരും? 6 6. ഇതിന്റെ നടുവില് ഈ രണ്ട് എക്സ്ട്രീമിൽ നമ്മൾ എഴുതിയിരിക്കുന്ന നമ്പറിന്റെ സം എഴുതണം. അപ്പൊ ഇവിടെ എന്തരും? 6 6 12. ആ 12ന്റെ 2 ഇവിടെ എഴുതിയിട്ട് ആ റിമൈൻഡർ 1 ഇതിനോട് കൂടെ കൂട്ടുക. അപ്പൊ ഇതെന്താവും? 726. അപ്പൊ നമ്മൾ 66നെ 11 കൊണ്ട് എളുപ്പത്തിൽ നമുക്ക് ഗുണിക്കാൻ പറ്റും. 726. അപ്പൊ നമ്മുടെ സംഖ്യകളുടെ 11 സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് നമുക്ക് എത്രയായി? 726 ആയിട്ട് കിട്ടി. ഇനി എന്താ ചെയ്തേക്കുന്നത്? അപ്പൊ ഈ ഇതിനോട് കൂടി ഒരു സംഖ്യ കൂടി ചേർത്തു എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ആകെ തുകയായ 726 കൂടി ഒരു സംഖ്യ കൂടി ചേർത്തു. അതിന് ഞാൻ എക്സ് എന്ന് വിളിക്കാം കേട്ടോ. എക്സ് കൂടി ചേർത്തപ്പോൾ ശരാശരി എത്രയായിന്നാ പറഞ്ഞേക്കുന്നത്? 72 പറഞ്ഞേക്കുന്നത്. അപ്പൊ ശരാശരി എന്ന് പറഞ്ഞാല് തുക ബൈ എണ്ണമാണല്ലോ. അപ്പൊ ഇപ്പോഴത്തെ തുക എത്രയാണ്? പഴയ തുകയോടുകൂടി പുതിയ നമ്പർ ആഡ് ചെയ്തപ്പോൾ കിട്ടിയ തുക, അതായത് 726 പ്ലസ് എക്സ് ഡിവൈഡഡ് വിത്ത് എണ്ണം. ഇപ്പൊ എണ്ണം എത്രയായി? 11 ആയിരുന്ന സംഖ്യകളുടെ കൂടെ ഒന്നുകൂടെ കൂട്ടിയപ്പോൾ എണ്ണം 12 ആയി. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു ശരാശരി എത്രയാണെന്ന് തന്നേക്കുന്നത്? 72. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാലോ. 726 പ്ലസ് എക്സ് സമമാണ് 72 × 12. 72 × 12 നമുക്കൊന്ന് നോക്കാം. ഈ 2 4, ഈ 7 14, ഈ 2 2, 7 1 7, 4 4 2 6, 864 വരും. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 864. അതായത് ഈ 726 പ്ലസ് എക്സ് ആണ് എന്ത്? 864 എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് എങ്ങനെയാ എടുക്കാം? 864 മൈനസ് 726. 726. അപ്പം 4 6 14 6 8, 5 2 പോയാൽ 3, 8 7 പോയാൽ 1. അപ്പോൾ പുതിയതായിട്ട് ചേർത്ത സംഖ്യ എന്ന് പറയുന്നത് എത്രയാണ്? 138 ആണ്. അപ്പോൾ ആ ഒരു ഇക്വേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ശരാശരി എന്ന് പറഞ്ഞാൽ തുക ബൈ എണ്ണാണ്. ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞാൽ നമുക്ക് ഏത് ഷോർട്ട് കട്ടുകൾ മറന്നുപോയാലും നമുക്ക് ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഓർത്തെടുത്ത് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. അപ്പം നമ്മൾ ഇതിൽ എന്ത് ചെയ്തു? ആദ്യം തുക കണ്ടുപിടിച്ചു. ആ ശരാശരിയെ എണ്ണത്തിലേയും തമ്മിൽ ഗുണിക്കുമ്പോൾ നമ്മൾക്ക് തുക കിട്ടും. എന്നിട്ട് ആ തുകയിലേക്കാണ് വീണ്ടും ഒരു സംഖ്യ കൂടി ചേർത്തപ്പോൾ പുതിയൊരു തുക നമ്മൾ കണ്ടുപിടിക്കുകയും എന്നിട്ട് അതിന്റെ ശരാശരി എടുത്ത് അങ്ങനെയാണ് നമ്മൾ ആ എക്സ് കണ്ടുപിടിച്ചത്. ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് എക്സ് എന്ന് പറയുന്നത് 138 എന്ന് കിട്ടി. ഇനി ഈ സെയിം ചോദ്യം എങ്ങനെയാണ് നമ്മൾ ഷോർട്ട് കട്ടിൽ കൂടെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. ചോദ്യം എന്താ? 11 സംഖ്യകളുടെ ശരാശരി 66 ആണല്ലോ തന്നേക്കുന്നത്. അപ്പൊ ഞാനിത് ഇവിടെ എഴുതാം. 11 സംഖ്യകളുടെ ശരാശരി 66. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇതിനെ ഈ ഒരു ഫോമിലേക്ക് മാറ്റി എഴുതുമ്പോൾ ഇതിന്റെ ഇടതുവശത്ത് എണ്ണവും വലതുവശത്ത് അതിന്റെ ശരാശരിയുമാണ് എഴുതേണ്ടത് കേട്ടോ. ഇനി അടുത്ത കണ്ടീഷൻ എന്താണ്? അടുത്ത സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താ? ഒരു സംഖ്യ കൂടി ചേർത്തപ്പോൾ ശരാശരി 72. ഇപ്പൊ ഒരു സംഖ്യ കൂടി ചേർത്തപ്പോൾ എണ്ണം എത്രയായി? 11 എന്നുള്ളത് 12 ആയിട്ട് മാറിയല്ലോ. 12. അപ്പൊ ഒരു സംഖ്യ കൂടി ചേർത്തപ്പോൾ ശരാശരി എത്രയായി എന്നാ പറഞ്ഞേ? 72 ആയി. അപ്പൊ ആ മെയിൻ സ്റ്റെപ്പ് കഴിഞ്ഞു. അതായത് ഇക്വേഷനിലേക്ക് നമ്മൾ അതിനെ മാറ്റി എഴുതി. 11 സംഖ്യകളുടെ ശരാശരി 66 ആണ്, 12 സംഖ്യകളുടെ ശരാശരി 72 ആണ്. ഇനി നമ്മൾ കണ്ടുപിടിക്കുന്ന അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ രണ്ട് സ്റ്റേജിലും എണ്ണത്തിലും ശരാശരിയിലും വന്ന വ്യത്യാസം എത്രയാണെന്ന് നമ്മൾ നോക്കാൻ പോവാം. അപ്പൊ നോക്കിക്കേ, 11 നിന്നും 12 ആയപ്പോൾ എന്ത് സംഭവിച്ചു? ഒന്നുകൂടി, അതായത് ഇവിടെ +1 ആണ് വ്യത്യാസം വന്നത്. ഇനി ശരാശരിയുടെ കേസിലോ 66 നിന്നും 72 ആയപ്പോൾ എന്ത് സംഭവിച്ചു? 6 കൂടി +6 ആണ് ഇവിടെ സംഭവിച്ചത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ വന്നേക്കുന്ന വ്യത്യാസം ഉണ്ടല്ലോ, ഈ എണ്ണത്തിൽ വന്നേക്കുന്ന വ്യത്യാസത്തിനെ
ഈ നമ്പർ വെച്ച് അങ്ങ് ഗുണിക്കണം. ശരാശരിയുടെ പുതിയ ശരാശരി വെച്ച് ഗുണിക്കണം. ഇവിടുത്തെ നമ്പറിനെ ഈ നമ്പർ വെച്ച് ഗുണിക്കണം. പ്ലസ് ഈ ഡിഫറൻസിനെ പഴയ എണ്ണം വെച്ച് ഈ ആ ഒരു ഡയറക്ഷൻ സർക്കിൾ കംപ്ലീറ്റ് ആക്കി വരുന്ന പോലെ അങ്ങ് ഓർത്താൽ മതി. അപ്പൊ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് എന്ത് ചെയ്യണത്, ഈ താഴെയുള്ള സംഭവത്തിലേക്ക് വരണം. ഇവിടെ നിൽക്കരുത്, ഓൾട്ടർനേറ്റ് ആയിട്ടുള്ളതിലേക്ക് പോകണം. ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ വന്ന് ഈ നമ്പറിനെ എടുക്കണം. അതുപോലെ ഇനി ഈ ഡിഫറൻസ് അല്ലേ എടുക്കുന്നത്. ഇതിവിടെ നിന്ന് നമ്മൾ തുടങ്ങിയിട്ട് ഓൾട്ടർനേറ്റ് ആയിട്ടില്ല 66 എടുക്കാണ്ട് ഇങ്ങനെ മുകളിലേക്ക് വന്ന് ഇതിനെടുത്തു. എന്നിട്ട് എന്ത് ചെയ്യണം, ഇത് തമ്മിൽ ഇതും മൾട്ടിപ്ലൈ ചെയ്യണം, ഇതും മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് തമ്മിൽ ആഡ് ചെയ്യണം. അപ്പൊ എങ്ങനെ വരും, 1 × 72 പ്ലസ് 6 × 11. ഇതായിരിക്കും നമ്മുടെ പുതിയതായിട്ട് ചേർത്ത സംഖ്യ എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്ത് വരും, 72 പ്ലസ് 11 66. അപ്പൊ എന്ത് വരും, 72 66 138 എന്ന ഉത്തരം വരും. ഇതൊന്ന് പറഞ്ഞു തന്നതുകൊണ്ടാണ് ഇത്രയും ലെങ്തി ആയത്. ശരിക്കും ഇത്രയൊന്നും വേണ്ട. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. 11 സംഖ്യകളുടെ ശരാശരി നമ്മൾ ആദ്യം എഴുതി, പിന്നെ പുതിയതായിട്ട് ചേർത്ത 12 സംഖ്യകളുടെ ശരാശരി എഴുതി, എന്നിട്ട് എണ്ണത്തിന്റെ ഡിഫറൻസ് കണ്ടുപിടിച്ചു. ഈ ഡിഫറൻസിനെ ഈ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഈ ഡിഫറൻസിനെ ഈ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അവയെ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പുതിയതായിട്ട് ചേർത്ത സംഖ്യ കിട്ടും. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓപ്ഷൻസ് എല്ലാം ഞാൻ അതുപോലെ തന്നെ എടുത്തേക്കുന്നതാണ്. ഒരു ക്ലാസ്സിലെ 30 കുട്ടികളുടെ ശരാശരി പ്രായം 14 വയസ്സാണ്. അധ്യാപകന്റെ പ്രായം കൂടി ഉൾപ്പെടുത്തിയപ്പോൾ ശരാശരി പ്രായം 15 ആയാൽ അധ്യാപകന്റെ പ്രായം എത്ര? നമുക്ക് ഷോർട്ട് കട്ടിലൂടെ ചെയ്ത് നോക്കിയാലോ? അല്ല, മറ്റേ രീതിയിൽ ചെയ്യണം എന്നുള്ള, ഇക്വേഷൻ വെച്ച് ചെയ്യണം എന്നുള്ളവര് അങ്ങനെ അത് ചെയ്ത് നോക്കുക. നമുക്കിതിപ്പോൾ ജസ്റ്റ് ഇക്വേഷൻ വെച്ച് നോക്കാം. അപ്പൊ നമുക്ക് ഷോർട്ട് കട്ട് അനുസരിച്ചൊന്ന് എഴുതി നോക്കാം. ഒരു ക്ലാസ്സിലെ 30 കുട്ടികളുടെ ശരാശരി പ്രായം 14 വയസ്സാണ്. അപ്പൊ നമ്മളത് എഴുതാൻ പോവുകയാണേ. 30 കുട്ടികളുടെ ശരാശരി പ്രായം 14 വയസ്സാണ്. അധ്യാപകന്റെ പ്രായം കൂടി ഉൾപ്പെടുത്തിയപ്പോൾ, അങ്ങനെ പറയുമ്പോൾ എന്താ, 30 എന്നുള്ള എന്തായി എണ്ണം ഒന്നുകൂടി 31ആയി. അധ്യാപകന്റെ പ്രായം കൂടി ഉൾപ്പെടുത്തിയപ്പോൾ ശരാശരി പ്രായം 15 ആയി. 15 ആയാൽ അധ്യാപകന്റെ പ്രായം എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ആ പുതുതായി ചേർത്ത ആളുടെ പ്രായമാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഈ സെയിം സ്റ്റെപ്പ് തന്നെ നമുക്ക് ഉപയോഗിക്കാമല്ലോ. അപ്പൊ ഇവിടെ നീ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ഇവരുടെ ഇത് എണ്ണം ഇത് ശരാശരി, ഇവരുടെ വ്യത്യാസം കണ്ടുപിടിക്കാം. 30-ൽ നിന്നും 31 ആവാൻ എന്ത് സംഭവിച്ചു, +1 സംഭവിച്ചു. അതായത് 1 കൂടി. 14-ൽ നിന്നും 15 ആയപ്പോഴോ ഇവിടെയും 1 കൂടി. ഇനി എന്താ, ഏതൊക്കെ തമ്മിലായിരുന്നു മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി ആ 31 അവിടെ വിട്ടിട്ട് ഈ നമ്പർ വന്നു. എന്നിട്ട് ഈ ഒന്നിനെ ഈ നമ്പർ 14 വിട്ട് ഈ നമ്പർ 30, 1 × 30. അപ്പൊ എന്നിട്ട് ഇതിനെ തമ്മിൽ ആഡ് ചെയ്താൽ മതിയല്ലോ. അപ്പൊ 1 × 15 പ്ലസ് ഈ 1 × 30, 1 × 30. അപ്പൊ എന്ത് വരും, 15 + 30 = 45. അധ്യാപകന്റെ പ്രായം എന്ന് പറയുന്നത് 45 വയസ്സായിരിക്കും. ഒന്നുകൂടെ പറയാം. ഒരു ക്ലാസ്സിലെ 30 കുട്ടികളുടെ ശരാശരി പ്രായം 14 എന്ന് തന്നേക്കുന്നു. അപ്പൊ 30 14 എന്ന് എഴുതി. ഇനി അധ്യാപകന്റെ പ്രായം കൂടി ഉൾപ്പെടുത്തിയപ്പോൾ എന്ന് പറയുമ്പോൾ 30 31ആയി. 14 ശരാശരി പ്രായം 14 15ആയി. എന്നിട്ട് നമ്മൾ ഇതിന്റെ ഡിഫറൻസ് കണ്ടുപിടിച്ചു. രണ്ടിടത്തും എന്താ, 1 വെച്ച് കൂടി. എന്നിട്ട് ഈ +1 വെച്ചിട്ട് ഇവിടെ കിടക്കുന്ന ഈ നമ്പറിനെ 15 കൊണ്ട് ഗുണിച്ചു. ഇവിടത്തെ ഈ ഡിഫറൻസ് വെച്ച് ഈ നമ്പറിനെ ഗുണിച്ചു. എന്നിട്ട് അതിൽ തമ്മിൽ ആഡ് ചെയ്തപ്പോൾ നമുക്ക് അധ്യാപകന്റെ പ്രായമായ 45 കിട്ടി. ക്ലിയർ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ശരാശരിയിൽ തന്നെ വേറൊരു ടൈപ്പ് ചോദ്യം. ആ സെയിം രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചോ. ചോദ്യം വായിക്കാം. 10 സംഖ്യകളുടെ ശരാശരി 125 ആണ്. ഇതിൽ നിന്നും ഒരു സംഖ്യ ഒഴിവാക്കിയപ്പോൾ ശരാശരി 118 ആയി. എങ്കിൽ ഒഴിവാക്കിയ സംഖ്യ ഏതെന്നാ ചോദിച്ചേക്കുന്നത്. വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട. ആ സെയിം പ്രൊസീജിയർ തന്നെ കണ്ടിന്യൂ ചെയ്യുക. അപ്പൊ നമുക്ക് എഴുതാം. 10 സംഖ്യകളുടെ ശരാശരി 125 ആണ്. ഇതിൽ നിന്നും ഒരു സംഖ്യ ഒഴിവാക്കിയപ്പോൾ, സംഖ്യ എന്താ ചെയ്തേ, ഒഴിവാക്കി. ഒരു സംഖ്യ ഒഴിവാക്കിയാൽ ഇപ്പൊ സംഖ്യയുടെ എണ്ണം എത്രയായി, 10 എന്നുള്ളത് 9 ആയി. ശരാശരി എത്രയായി, 118 ആയി. അങ്ങനെയാണെങ്കിൽ ഒഴിവാക്കിയ സംഖ്യ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താ അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു, ഇതിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കണം. ഇപ്പൊ 10 ന്ന് 9 ആവുമ്പോ എന്താ വരുന്നത്, 1 കുറഞ്ഞു, -1 ആയി. ഇവിടെയോ 125-ൽ നിന്നും 118 ആയപ്പോൾ എന്താ സംഭവിച്ചേ, 7 കുറഞ്ഞു,
-7. ക്ലിയർ ആയോ? അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വ്യത്യാസത്തെ നമ്മൾ ഈ നമ്പർ കൊണ്ട് ഗുണിക്കും. -1നെ 118 കൊണ്ട് ഗുണിക്കും. അടുത്ത സ്റ്റെപ്പിൽ -7നെ 10 കൊണ്ട് ഗുണിക്കും. എന്നിട്ട് ഇവയെ തമ്മിൽ ആഡ് ചെയ്യണം. അപ്പൊ എങ്ങനെ വരും? -1 × 118 പ്ലസ് -7 × 10. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൈനസ് സൈൻ വിട്ട് കളയരുത്. അത് അങ്ങനെ തന്നെ ഇവിടെ കൊടുക്കണം. 1 ഇൻറ്റു എന്ന് എഴുതരുതെന്ന്, അതായത് -1 കൊടുത്ത് തന്നെ എഴുതണം. അതുപോലെ -7 കൊടുക്കണം. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു വാട്ട്? -118 പ്ലസ് -70. അപ്പൊ എന്താ? ഒരേ ചിഹ്നത്തിലുള്ള രണ്ട് സംഖ്യകളെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവ തമ്മിൽ ആഡ് ചെയ്തിട്ട് ആ സെയിം ചിഹ്നം കൊടുത്താൽ മതിയല്ലോ. അപ്പൊ 118 70 ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? അത് 188 -188 എന്നാണ് നമുക്ക് വരുന്നത്. പക്ഷെ നമുക്ക് ഈ ഒരു കേസിൽ നമുക്ക് ഈ നെഗറ്റീവ് സൈൻ ഇഗ്നോർ ചെയ്യാം. അപ്പൊ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 188 ആയിരിക്കും. ഓപ്ഷൻ എ 188 ആണ് ഒഴിവാക്കിയ സംഖ്യ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം: ഒരു ടാങ്ക് നിറയാൻ 3 പൈപ്പുകൾ 1 മണിക്കൂർ 30 മിനിറ്റ് എടുക്കുന്നു. എന്നാൽ 2 പൈപ്പുകൾ ഉപയോഗിക്കുന്നത് വഴി ടാങ്ക് നിറയുവാൻ എത്ര സമയം വേണ്ടി വരുമെന്നാ ചോദിച്ചേക്കണേ. ഇത് നമുക്കൊരു സിമ്പിൾ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇക്വേഷൻ ഇങ്ങനെയാണ്: N1T1 is equal to N2T2. അതിൽ ഈ N എന്ന് പറയുന്നത് നമ്പറിനെയാണ് കാണിക്കുന്നത്. N എന്ന് പറയുന്നത് എന്തിനാണ്? നമ്പറിനെ കാണിക്കുന്നു. ആൻഡ് T എന്ന് പറയുന്നത് ടൈമിനെയാണ് കാണിക്കുന്നത്. അപ്പം നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞു നോക്കി, N1T1 is equal to N2T2. അപ്പം ഇവിടെ നോക്കിക്കേ, ഒരു ടാങ്ക് നിറയാൻ 3 പൈപ്പുകൾ എത്ര സമയം എടുക്കുന്നു? 1 മണിക്കൂർ 30 മിനിറ്റ് എടുക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഇത് നോക്കിക്കേ, 1 മണിക്കൂർ 30 മിനിറ്റ്. അപ്പൊ ഇതിനെ ഒറ്റ യൂണിറ്റിലേക്ക് ആക്കാം. അതായത് ഒന്നെങ്കിൽ ഇതിനെ ഫുൾ മണിക്കൂറിലേക്ക് ആക്കാം, അല്ലെങ്കിൽ ഇതിനെ മിനിറ്റിലേക്ക് ആക്കാം. എപ്പോഴും ചെറിയ യൂണിറ്റിലേക്ക് മാറ്റുന്നതായിരിക്കും എളുപ്പം. അപ്പൊ 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്രയാ? അത് 60 മിനിറ്റ് ആണ്. അപ്പൊ 1 മണിക്കൂർ 30 മിനിറ്റ് എന്ന് പറയുമ്പോൾ മൊത്തം എത്ര മിനിറ്റ് എന്ന് വന്നു? ദാറ്റ് ഈസ് 90 മിനിറ്റ് എന്ന് വന്നു അല്ലേ? അപ്പൊ നോക്കിക്കേ, ഒരു ടാങ്ക് നിറയാൻ 3 പൈപ്പുകൾക്ക് 90 മിനിറ്റ് എടുക്കുന്നു. അപ്പൊ നമുക്ക് ഇവിടെ നമ്പർ N1 കിട്ടി. ആദ്യത്തെ നമ്പർ എത്രയായിരുന്നു? 3 പൈപ്പുകളാണ്. N എന്ന് പറയുന്നത് നമ്പറാണ്. അപ്പൊ നമ്പർ ഓഫ് പൈപ്പാണ്. ഇവിടെ പൈപ്പിന്റെ കാര്യം പറയുന്നതുകൊണ്ട് N1 എന്ന് പറയുന്നത് ആദ്യത്തെ കേസിലെ പൈപ്പുകളുടെ എണ്ണം. അതെത്രയാ? 3 എണ്ണമാണ്. ഇനി T1 എന്ന് പറഞ്ഞാൽ ഈ 3 പൈപ്പുകൾ ആ ജോലി ചെയ്ത് തീർക്കാൻ എടുക്കുന്ന ടൈമാണ് T1 എന്ന് പറയുന്നത്. അത് എത്രയാ നമുക്ക് കിട്ടിയിട്ടുണ്ട്? 90 മിനിറ്റ് എന്നും കിട്ടിയിട്ടുണ്ട്. ഇനി എന്നാൽ 2 പൈപ്പുകൾ ഉപയോഗിക്കുന്നത് വഴി ടാങ്ക് നിറയുവാൻ എത്ര സമയം വേണ്ടി വരുന്ന ചോദിച്ചേക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ കേസിൽ പൈപ്പുകളുടെ എണ്ണം എത്രയായി? N2 എന്ന് പറയുന്നത് 2 ഇത് ഉപയോഗിക്കുന്നത് വഴി ടാങ്ക് നിറയാൻ എത്ര സമയം? T2 ഇതിന് എത്ര സമയം വേണമെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ നമുക്കറിയാലോ, N1T1 is equal to N2T2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3 × 90 is equal to 2 × T2. അപ്പൊ അങ്ങനെയാണെങ്കിൽ T2 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 3 × 90/2. നമുക്ക് വെട്ടി കുറച്ചാൽ ഇത് 45 എന്ന് വരും. അപ്പൊ 45 × 3 എന്ന് പറയുമ്പോൾ 135 മിനിറ്റ് എന്നാണ് നമ്മുടെ ഉത്തരം വരുന്നത്. അല്ലെ, നമ്മൾ മിനിറ്റിലേക്ക് മാറ്റിയല്ലേ ചെയ്തത്. 135 മിനിറ്റ് എന്ന് പറയും. അപ്പൊ ഈ ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ അവിടെ 135 മിനിറ്റ് എന്നൊരു ഉത്തരം നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. എല്ലാം മണിക്കൂർ മിനിറ്റ് കൊണ്ട് ക്ലബ് ചെയ്തൊരു ഫോമിലേക്കാണ് വന്നേക്കുന്നത്. അപ്പൊ ഈ 135 മിനിറ്റ് നമ്മൾ എത്ര മണിക്കൂറാണ് എന്ന് നോക്കാൻ പോവാണ്. നമുക്കറിയാം 60 മിനിറ്റ് ആണ് 1 മണിക്കൂർ എന്ന് പറയുന്നത്. അപ്പൊ 135 മിനിറ്റ് എത്ര മണിക്കൂറാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് 135നെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയല്ലോ. അപ്പൊ 60 2 120 5 × 0 5 3 × 2 1. അപ്പം 2 മണിക്കൂറും ശിഷ്ടം എത്രയാണ്? 15. 135 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 മണിക്കൂർ 15 മിനിറ്റ്. ഇതാണ് നമ്മുടെ ഉത്തരം വരുന്നത്. 2 മണിക്കൂർ 15 മിനിറ്റ്. ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ഉത്തരം വരുന്നത്. വേറെ ഒന്നും നോക്കണ്ട. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ തറവാക്കുക. N1T1 is equal to N2T2.
അപ്പം എന്നിട്ട് N1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കേസിലെ പൈപ്പ് അല്ലെങ്കിൽ പൈപ്പ് ചിലപ്പോൾ അത് ഇത്ര പുരുഷന്മാർക്ക് ഇത്ര ആളുകൾക്കെന്നൊക്കെ ആയിരിക്കും തരുന്നത്. ആദ്യത്തെ കേസിലെ എണ്ണം, T1 എന്ന് പറയുന്ന ആദ്യത്തെ കേസിലെ സമയം, N2 എന്ന് പറയുന്ന രണ്ടാമത്തെ കേസിലെ എണ്ണം, T2 എന്ന് പറയുന്ന രണ്ടാമത്തെ കേസിലെ സമയം. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എന്നിട്ട് ക്യാൻസൽ ചെയ്ത് ഫൈനൽ ആൻസറിലേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ ഇക്വേഷൻ ഓർത്തിരിക്കുക, N1 T1 is equal to N2 T2. ഇനി ഇത് തന്നെ ഈ ഇക്വേഷൻ തന്നെ വേറൊരു രീതിയിൽ ചോദിച്ചിട്ടുള്ള ഒരു മുൻകാല ചോദ്യം നമുക്കൊന്ന് നോക്കാം. 6 പേർക്ക് ഒരു ജോലി ചെയ്തു തീർക്കാൻ 12 ദിവസം വേണം എങ്കിൽ 4 പേർ എത്ര ദിവസം കൊണ്ട് ഈ ജോലി ചെയ്തു തീർക്കും? അപ്പൊ ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഏതാ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. യെസ്, N1 T1 is equal to N2 T2. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇനി നമുക്ക് നോക്കാം. 6 പേർക്ക് ഒരു ജോലി ചെയ്തു തീർക്കാൻ 12 ദിവസം വേണം. അപ്പൊ ഫസ്റ്റ് കേസിൽ നമുക്കറിയാം N1 എന്ന് പറയുന്നത് 6 ആണ്, ടൈം എന്ന് പറയുന്നത് 12 ദിവസമാണ്. എങ്കിൽ 4 പേർ എത്ര ദിവസം കൊണ്ട് ജോലി ചെയ്തു തീർക്കും? അപ്പൊ രണ്ടാമത്തെ കേസിലെ ആളുകളുടെ എണ്ണം നമുക്ക് കിട്ടി. N2 എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ ഇവർക്ക് വേണ്ട ടൈം T2 ആണ് നമ്മളോട് ചോദിച്ചേക്കണം. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ഇവിടെ ഉണ്ടല്ലോ, ഇതിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 6 N1 6, T1 എന്ന് പറയുന്ന 12 ഇസ് ഈക്വൽ ടു N2 4 ഇൻറ്റു T2. അപ്പൊ ഇതിൻ്റെ നമുക്ക് T2 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 4ന് താഴത്തേക്ക് കൊണ്ടുവന്നാൽ മതി. 6 ഇൻറ്റു 12 ഡിവൈഡഡ് വിത്ത് 4. ഒരു 4 4 3 4 12, 6 3 18 ദിവസം കൊണ്ട് ഈ ജോലി ചെയ്തു തീർക്കും. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ഉത്തരം. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഈ ഇക്വേഷൻ തന്നെ വെച്ചിട്ടുള്ള വേറൊരു ചോദ്യം. 36 ആളുകൾ 25 ദിവസം കൊണ്ട് തീർക്കുന്ന ഒരു ജോലി 15 ആളുകൾ എത്ര ദിവസം കൊണ്ട് തീർക്കും? അപ്പൊ ഇവിടെ തൊട്ട് മുമ്പ് ആളുകളുടെ കേസായിരുന്നു വന്നത് അല്ലേ? അപ്പൊ ഇങ്ങനെ വരുന്ന ചോദ്യങ്ങളിൽ നമ്മൾ ഏത് ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്? N1 T1 is equal to N2 T2. ക്ലിയർ ആയല്ലോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് നോക്കാം. ഫസ്റ്റ് കേസിൽ എത്ര ആളുകൾ ഉണ്ടായിരുന്നു? 36 ആളുകൾ. അത് നമ്മുടെ N1 ആണ്. ഇനി 25 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി. അപ്പൊ നമുക്ക് ഫസ്റ്റ് കേസിലെ ടൈം കിട്ടി. T1 എന്ന് പറയുന്നത് 25 ആണ്. തീർക്കുന്ന ഒരു ജോലി 15 ആളുകൾ. സെക്കൻഡ് കണ്ടീഷൻ വന്നു. അപ്പൊ ഈ 15 ആളുകൾ എന്ന് പറയുന്നത് നമ്മുടെ രണ്ടാമത്തെ കേസിലെ ആളുകളുടെ എണ്ണമാണ്. 15 ആളുകൾ എത്ര ദിവസം കൊണ്ട് തീർക്കും? T2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ N1 തന്നിട്ടുണ്ട്, T1 തന്നിട്ടുണ്ട്, N2 തന്നിട്ടുണ്ട്, T2 കണ്ടുപിടിക്കണം. അപ്പൊ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. N1 എന്ന് പറയുന്നത് 36, T1 എന്ന് പറയുന്നത് 25, which is equal to N2 means that is 15 into T2. അങ്ങനെയാണെങ്കിൽ T2 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 36 into 25 divided with 15. നമുക്ക് ഇതിനൊന്ന് വെട്ടി കുറച്ച് നോക്കാം. 3 15, 5 25, 1 3 3, 12 36, 12 60 ദിവസം കൊണ്ടാണ് ഈ ജോലി ചെയ്തു തരുന്നത്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പം ഇത്രയുമാണ് ഈ ഒരു ടൈപ്പിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന മുൻകാല ചോദ്യങ്ങൾ. അപ്പൊ N1 T1 is equal to N2 T2 എന്നൊരു ഫോർമുല തറവായി കഴിഞ്ഞാൽ ഈ രീതിയിൽ വരുന്ന 10th ലെവലിനൊക്കെ ഇത് സ്ഥിരമായിട്ട് കാണുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് ഒരു മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പൊ അങ്ങനെയാണ് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് പോയാലോ. തന്നിരിക്കുന്ന സമവാക്യത്തിലെ കെയുടെ വില എത്ര? 2 raised to k plus 1 into 2 raised to 5 is equal to 2 raised to 7. ഇത് കൃത്യംഗങ്ങൾ എക്സ്പോണൻസ് എന്ന് പറയുന്ന സെക്ഷനിലെ ചോദ്യമാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഒരു ബേസിക് ഇക്വേഷൻ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. അതായത് a raised to m into a raised to n is equal to a raised to m plus n. അതായത് നമ്മൾ കൃത്യംഗ രൂപത്തിൽ ഒരേ ബേസ് ആണെങ്കിൽ, കണ്ടോ ഇതിന്റെ രണ്ടിന്റെയും ബേസ് സെയിം അല്ലേ, എ. അപ്പോൾ ഇങ്ങനെ ബേസ് സെയിം ആയിട്ടുള്ള രണ്ട് കൃത്യംഗങ്ങളെ തമ്മിൽ ഗുണിക്കുവാൻ വേണ്ടിയിട്ട് ആ ബേസ് അതുപോലെ തന്നെ എടുത്തെഴുതിയതിനു ശേഷം അവയുടെ പവറിനെ ആഡ് ചെയ്താൽ മതി. ക്ലിയർ ആയോ? a raised to m into a raised to n is equal to what? ബേസ് അങ്ങനെ തന്നെ എടുത്തെഴുതുക, പവറിനെ ആഡ് ചെയ്യുക, m plus n, a raised to m plus n. ഇതാണ് നമ്മുടെ ബേസിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ചോദ്യത്തിലേക്ക് നമുക്ക് നോക്കാം. 2 raised to k plus 1 into 2 raised to 5 is equal to 2 raised to 7 എന്നാണ് തന്നിരിക്കുന്നത്. ഞാനിവിടെ അതൊന്ന് എടുത്തെഴുതാം. 2 raised to ആ ടൈമിന് ഞാനൊരു ബ്രാക്കറ്റിലേക്ക് എഴുതി, k plus 1 into
2 raised to 5 is equal to what? 2 raised to 7. അപ്പൊ നോക്കിക്കേ, ഇത് ബേസ് സെയിം ആയിട്ട് ഇവിടെ കിടക്കുന്നത് അല്ലേ? ബേസ് സെയിം ആയിട്ടുള്ള രണ്ട് കൃത്യംഗങ്ങളെ ഗുണിക്കുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? ആ ബേസ് അതുപോലെ തന്നെ എടുത്ത് എഴുതിയിട്ട് ആ കൃത്യംഗത്തിന്റെ പവർ ആയിട്ട് രണ്ട് പവറുകളെ തമ്മിൽ ആഡ് ചെയ്താൽ മതി. അപ്പൊ ഇതെങ്ങനെ വരും? 2 raised to k plus 1 plus 5 which is equal to what? 2 raised to 7. പിന്നെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാലോ. അപ്പോൾ 2 raised to k plus 1 plus 5 എന്ന് പറഞ്ഞാൽ എന്തായി? k plus 6 ആയി. is equal to what? 2 raised to 7. അപ്പൊ ഇത് നോക്കിക്കേ, a raised to m is equal to a raised to n ആണ് എങ്കിൽ നമുക്ക് m equal to n എന്ന് എഴുതാം. എന്താണ്? a raised to m is equal to a raised to n ആയാൽ നമുക്ക് അതിനെ m equal to n എന്ന് എഴുതാം. അപ്പൊ ഇവിടെ ആ ഒരു രീതിയിലല്ലേ വന്നേ? 2 raised to k plus 6 is equal to 2 raised to 7. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ ഇത് രണ്ടും സെയിം ആണെങ്കിലാണല്ലോ ഈ ഒരു ഇക്വേഷൻ വർക്കൗട്ട് ആവുള്ളൂ. അപ്പൊ അങ്ങനെയാണ് ഇതിനെ എങ്ങനെ എഴുതാം? k plus 6 is equal to 7. അങ്ങനെയാണെങ്കിൽ k എന്ന് പറഞ്ഞാൽ എത്ര വരും? 7 minus 6 is equal to 1. ക്ലിയർ ആയോ? അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് a raised to m into a raised to n is equal to a raised to m plus n ഉം a raised to m equal to a raised to n ആണെങ്കിൽ m equal to n, ഈ രണ്ട് ഇക്വേഷൻ യൂസ് ചെയ്താണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇനി ആ കൃത്യങ്ങളിലെ തന്നെ സെയിം ഇക്വേഷൻസ് ഒക്കെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മുൻകാല ചോദ്യമാണ് ഇത്. നമുക്ക് ആ ചോദ്യം അതിൽ നിന്ന് എടുത്തെഴുതാം. 3 raised to 4 into 3 raised to x is equal to 3 raised to 7 ആയാൽ എക്സിന്റെ വില എത്ര? നമ്മളിപ്പോൾ കുറച്ചു മുമ്പ് ഒരു എക്സ്പ്രഷൻ പഠിച്ചായിരുന്നു. ബേസ് സെയിം ആയിട്ട് രണ്ട് കൃത്യംഗങ്ങളെ തമ്മിൽ ഗുണിക്കുവാൻ വേണ്ടിയിട്ട്, അതായത് ബേസ് സെയിം ആയ a raised to m into a raised to n, ഇതിന്റെ ബേസ് സെയിം ആയ രണ്ട് കൃത്യംഗങ്ങളെ തമ്മിൽ ഗുണിക്കുവാൻ വേണ്ടിയിട്ട് ആ ബേസ് അതുപോലെ തന്നെ എടുത്തെഴുതി അവയുടെ പവറുകളെ തമ്മിൽ ആഡ് ചെയ്താൽ മതി. ക്ലിയർ ആയല്ലോ? a raised to m into n is equal to a raised to m plus n. അത് നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു മാത്രം. അങ്ങനെയാണ് എങ്കിൽ ഈ ഒരു ഇക്വേഷനെ നമുക്ക് എങ്ങനെ ചെയ്യാം? ഇവിടെ രണ്ടിന്റെയും ബേസ് സെയിം ആണല്ലോ, 3 ആണല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എങ്ങനെ വരും? 3 raised to 4 plus x എന്ന് വരും അത് അല്ലെ? ബേസ് സെയിം ആയി പവറിന് ആഡ് ചെയ്തു, which is equal to 3 raised to 7. Again a raised to m equal to a raised to n ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? m is equal to n. അപ്പൊ ഇതിൽ അങ്ങനെയല്ലേ? ഇതിന്റെ രണ്ടിന്റെയും പവർ മാത്രമേ വ്യത്യാസമുള്ളൂ, ബേസ് സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് ഈ പവറുകളെ തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. 4 plus x equal to 7 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വില എന്ന് പറയുന്നത് 7 minus 4 that is equal to 3 ആയിരിക്കും ഇവിടെ നമ്മുടെ ഉത്തരം വരുന്നത്. നമുക്ക് അടുത്തൊരു ചോദ്യം കൂടെ നോക്കാം. 3 by 11 the whole raised to 4 into 3 by 11 the whole raised to 6 is equal to 3 by 11 the whole raised to 2x ആയാൽ x എത്ര? ആ ചോദ്യം ഞാൻ നിങ്ങളുടെ എടുത്തെഴുതാം. 3 by 11 the whole raised to 4 into 3 by 11 the whole raised to 6 is equal to 3 by 11 the whole raised to 2x ആയാൽ എക്സ് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത് അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞു റൂൾ എന്ന് എഴുതാൻ നമുക്കിവിടെ പറയുന്തോറും നമ്മുടെ മെമ്മറിയിൽ നിൽക്കും കേട്ടോ. a raised to m into a raised to n is equal to a raised to m plus n. അപ്പൊ നോക്കാം, ഇവിടെ രണ്ടിലും ബേസ് സെയിം ആണ്. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. അപ്പൊ ഇത് നോക്കിയേ, a raised to m. അപ്പൊ ഈ a raised to m into a raised to n എന്ന് പറഞ്ഞാൽ a raised to m plus n ആണല്ലോ. അപ്പൊ ഈ ബേസ് ഞാൻ കോമൺ ആയിട്ട് എഴുതാം. 3 by 11 the whole raised to m plus n, അതായത് 4 plus 6 is equal to 3 by 11 the whole raised to 2x. അപ്പൊ ഇനി ഇത് വീണ്ടും ഏത് ഫോമിലായി? a raised to m is equal to a raised to n ആണ് എങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? m is equal to n എന്ന് എഴുതാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ് ഇത് എന്ത് വരും? 4 plus 6 equal to 2x എന്ന് എഴുതുന്നതല്ലേ, കുഴപ്പമില്ലല്ലോ. ക്ലിയർ ആയോ? അപ്പൊ ഇതെങ്ങനെയാ? അപ്പൊ ഈ 4 plus 6 എന്ന് പറഞ്ഞാല് that is equal to 10 which is equal to 2x. അങ്ങനെയാണെങ്കിൽ x എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 10 by 2 that is 5. നമ്മുടെ ഉത്തരം എക്സിന്റെ വില എന്ന് പറയുന്നത് 5 ആയിരിക്കും. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ 75ാമത്തെ ചോദ്യം. ഈ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇതിന്റെ തൊട്ട് ലോവർ സ്റ്റെപ്പിലുള്ള ഒരു ചോദ്യം നമുക്ക് നോക്കാം. അതിനുശേഷം ഇതിൻ്റെ അകത്തേക്ക് വരാം കേട്ടോ. നമുക്ക് ചോദ്യം നോക്കാം.
രാമു ഒരു ജോലി 3 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു, രവി അതേ ജോലി 6 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നുവെങ്കിൽ രണ്ടുപേരും കൂടി ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ചോദിച്ചേക്കുന്നത്. ഇങ്ങനെ വരുന്ന ചോദ്യങ്ങളെല്ലാം ഞാനിപ്പോൾ പറയാൻ വന്ന ഈ ഒരൊറ്റ മെത്തേഡ് ഉണ്ടെങ്കിൽ ഏത് രീതിയിലാണ് ഈ ചോദ്യം വരുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ആകെപ്പാടെ ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ LCM എടുക്കാൻ നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. LCM എടുക്കാൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇതിൽ 1 മാർക്ക് കിട്ടിയിരിക്കും, അത് നഷ്ടപ്പെടുകയില്ല. നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പൊ ആദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്, രാമു ഒരു ജോലി 3 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു. ഞാൻ ഇവിടെ എഴുതാം, രാമു ഒരു ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു, 3 days 3 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു. ഇനി രവി അതേ ജോലി 6 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു, 6 days കൊണ്ട് ചെയ്തു തീർക്കുന്നു. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും കൂടി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഇവിടുത്തെ ടോട്ടൽ വർക്ക് എത്രയാണ് കണ്ടുപിടിക്കണം. ഈ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. അവരുടെ ദിവസങ്ങളുടെ LCM എടുത്താൽ മതി. അപ്പം ഇവിടെ നമ്മുടെ ദിവസങ്ങൾ ഏതൊക്കെയാണ്, 3ഉം 6ഉം. അപ്പൊ 3ന്റെ 6ന്റെ LCM 6ആണ്. അത് വേണമെങ്കിൽ കണ്ടുപിടിക്കുന്ന രീതി ഞാൻ ഇവിടെ എഴുതാം. 3 6 3 കൊണ്ട് എടുക്കാം. 3 1 23. അപ്പം 3 × 2 6 ആണ് ഇവിടുത്തെ നമ്മുടെ LCM വരുന്നത്. അപ്പോൾ ഈ ദിവസങ്ങളുടെ LCM ആയിരിക്കും നമ്മുടെ ടോട്ടൽ വർക്ക്. അപ്പൊ ഇവിടുത്തെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എത്രയായി, 6 ആണ് നമ്മുടെ ടോട്ടൽ വർക്ക്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ടോട്ടൽ വർക്ക് കണ്ടുപിടിച്ചു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇനി ഇവരുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കും. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം ആണ്. അല്ല എങ്കിൽ നമുക്ക് എന്താ പറയാം, ഒരാൾ ഒരു ദിവസം ചെയ്യുന്ന ജോലിയാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ രാമു 3 ദിവസം കൊണ്ടാണ് ഈ 6 വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഒരു ദിവസം കൊണ്ട് എത്രയെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ഈ 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അല്ല എങ്കിൽ നമുക്കറിയാം എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, വർക്ക് ബൈ ടൈം ആണ്. വർക്ക് ഇവിടെ 6 ആണ്, ടൈം എന്ന് പറയുന്ന അവരുടെ ദിവസമാണ്. അതിനെ തമ്മിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ എഫിഷ്യൻസി കിട്ടും. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ ഇവരുടെ എഫിഷ്യൻസി ആണ് എഴുതേണ്ടത്. അപ്പൊ രാമുവിന്റെ എഫിഷ്യൻസി എത്രയാണ്, 6/3. ടോട്ടൽ വർക്കായ 6നെ ഈ ദിവസം കൊണ്ട് ഹരിക്കുക. അതായത് 6/3. ഇവിടെ 2 വർക്ക്, അവൻ ഒരു ദിവസം ചെയ്യുന്ന വർക്കാണ് എന്ത്, 2 എന്ന് പറയുന്നത്. അതായത് അവന്റെ എഫിഷ്യൻസി ആണ് കേട്ടോ എഴുതുന്നത്. അവൻ എത്ര വർക്ക് ഒരു ദിവസം ചെയ്യും, അതാണ് അവന്റെ എഫിഷ്യൻസി, രാമുവിന്റെ എഫിഷ്യൻസി. അവൻ ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും, 2 വർക്ക്. 2 വർക്ക് നമുക്ക് കിട്ടിയത് എങ്ങനെയാ, 6/3. അപ്പൊ ഇനി രവിയുടെ അതുപോലെ ചെയ്യാം. രവിയുടെ എഫിഷ്യൻസി അല്ലെങ്കിൽ രവി ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എത്രയാണ്, ടോട്ടൽ വർക്കിനെ അവന്റെ ദിവസം കൊണ്ട് ഹരിക്കും. അപ്പൊ 6/6 എന്ന് പറഞ്ഞാൽ 1 വർക്കാണ് രവി ഒരു ദിവസം ചെയ്യുന്നത്. ഇത്രയായല്ലോ, മനസ്സിലായോ? ഞാൻ ഒന്നുകൂടെ പറയാം. ഇങ്ങനെയൊന്നും നിങ്ങൾ ഓർക്കണ്ട. ഇത്രയും ചെയ്തു വരിക. തന്നേക്കുന്ന സംഭവങ്ങൾ എടുത്തെഴുതാം. രാമു 3 ദിവസം കൊണ്ട് ചെയ്യുന്നു, രവി 6 ദിവസം കൊണ്ട് ചെയ്യുന്നു. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം, ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ദിവസങ്ങളുടെ LCM അത് എത്രയാ, 3ന്റെ 6ന്റെ LCM ആയ 6 എടുത്തെഴുതി. ഇനി ഇവരുടെ എഫിഷ്യൻസി, ഒരു ദിവസം ചെയ്യുന്ന വർക്ക് നമ്മൾ കണ്ടുപിടിക്കും. ഒരു ദിവസം ചെയ്യുന്ന വർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ ഇത്ര ഓർത്താൽ മതി. ഇതിനെ ഇതുകൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്ത് ഇവിടെ എഴുതുക. അപ്പൊ എന്തുവരും, 6/3 2 വർക്ക് എന്ന് കിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പിൽ 6നെ താഴെ കിടക്കുന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഈ സൈഡിൽ എഴുതുക. അപ്പൊ 6/6 1 എന്നും കിട്ടും. ഇതെന്ന് പറഞ്ഞാൽ ഇവർ ഒരു ദിവസം ചെയ്യുന്ന വർക്കാണ്. അപ്പൊ ഇത്രയും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഒരു കാര്യം ഇതിൽ നിന്ന് എഴുതാം. ഇപ്പൊ ഈ കിടക്കുന്ന ഈ ഒരു കോളം എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഒരു ദിവസം രാമു ചെയ്യുന്ന വർക്കാണ് 2, ഒരു ദിവസം രവി ചെയ്യുന്ന വർക്കാണ് എന്ത്, 1 ഒരു വർക്ക്. അങ്ങനെയാണെങ്കിൽ രാമുവും രവിയും കൂടി ഒരു ദിവസം അവർ എത്ര വർക്ക് ചെയ്യുന്നു നമുക്ക് കണ്ടുപിടിക്കാലോ. 2 + 1 ദാറ്റ് ഈസ് 3 വർക്ക്. ഒരു ദിവസം രാമുവും രവിയും കൂടെ എത്ര വർക്ക് ചെയ്യും, 3 വർക്ക് ചെയ്യും. അപ്പൊ നമുക്ക് ഇവിടെ 3 വർക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, രാമുവും രവിയും കൂടി ഒരുമിച്ച ജോലി ചെയ്തു കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നുണ്ട്. അപ്പൊ രാമുവും രവിയും ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും, 3 വർക്ക്. ടോട്ടൽ വർക്ക് നമുക്ക് എത്രയുണ്ട്, 6 വർക്ക് എന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർക്ക് വേണ്ട ടൈം എന്ന് പറഞ്ഞാൽ ടോട്ടൽ വർക്കിനെ അവരുടെ എഫിഷ്യൻസി വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. നമുക്ക് ഈ ഒരു ഇക്വേഷൻ നോക്കിക്കേ. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് ടൈമിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം, വർക്ക് ബൈ എഫിഷ്യൻസി എന്നുള്ളത്. അപ്പൊ ടോട്ടൽ വർക്ക് എത്രയാണ്, 6 ആണ്. അവരുടെ രണ്ടുപേരുടെയും കൂടെ എഫിഷ്യൻസി നമുക്ക് കിട്ടിയിട്ടുണ്ടത് എത്രയാണ്, 3 ആണ്. അപ്പൊ 6/3 2 ആയിരിക്കും. 2 ഡേയ്സ് കൊണ്ടാണ് ഇവര് ആ വർക്ക് തീർക്കുന്നത്. ഇത് ഞാൻ ഇതിനെ ചുരുക്കി ഒന്നുകൂടെ നമുക്ക് പറയാം.
അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി. നോക്കിക്കേ, രാമു ഒരു ജോലി 3 ദിവസം കൊണ്ട് ചെയ്തു. അപ്പൊ നമ്മൾ രാമു അങ്ങ് എടുത്തെഴുതുക. രാമുവിന്റെ നേരെ 3 എന്ന് കൊടുക്കുക, 3 days. രവി ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു? 6 days. 6 ഡേയ്സും കൊണ്ട് ചെയ്തു തീർക്കുന്നു. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കും. ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ ഇതിന്റെ രണ്ടിന്റെയും LCM, 3യുടെയും 6ന്റെയും LCM എന്ന് പറഞ്ഞാൽ 6 കിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇവര് ഓരോ ദിവസവും എത്ര വർക്ക് ചെയ്യുന്ന കണ്ടുപിടിക്കും. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ നമ്പറിനെ ഇതും കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ അന്നേരം ഇവിടെ നമുക്ക് 2 വർക്ക് എന്ന് കിട്ടും. 6/3 2. രാമു ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ 2 വർക്കാണ്. ഇനി ഇവിടുത്തെ ഫില്ല് ചെയ്യാൻ എന്ത് ചെയ്യണം? ഇതിനെ ഇതുകൊണ്ട് ഹരിക്കണം. അപ്പൊ 6/6 എന്ന് പറഞ്ഞാൽ 1 വർക്ക് എന്ന് കിട്ടും. ഇനി നമ്മൾ ചോദ്യത്തിലേക്ക് നോക്കും. ഇനിയാണ് ഓരോ ചോദ്യം, ഇത്രയും ഇങ്ങനെ ടൈം ആൻഡ് വർക്കിന്റെ ഏതൊരു ചോദ്യത്തിനും ഇത്രയും കാര്യങ്ങൾ സെയിം ആണ്. അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചോദ്യത്തിലേക്ക് നോക്കും. രണ്ടുപേരും കൂടി ആ ജോലി ചെയ്യുന്നു എങ്കിൽ, അപ്പോൾ രണ്ടുപേരുടെയും കൂടെ നോക്കണം. രണ്ടുപേരുടെയും ഒരു ദിവസത്തെ വർക്ക് എത്രയാണെന്ന് നമ്മൾ നോക്കും. അപ്പൊ അത് എത്രയാണ്? 2 + 1. അപ്പോൾ എത്ര വരും? 3 വർക്കാണെന്ന് കിട്ടും. ഇനി എത്ര ദിവസം, ആ ദിവസം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ടോട്ടൽ വർക്കിനെ ഈ അവരുടെ എഫിഷ്യൻസി ആയ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 6/3 = 2 days എന്ന് നമുക്ക് ഉത്തരം കിട്ടും. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇനി നമുക്ക് LDയിലെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യം ഒന്ന് നോക്കാം. എ ജോലി 20 ദിവസം എടുത്ത് പൂർത്തിയാക്കുന്നു. എയും ബിയും കൂടി ഒരുമിച്ച് ആ ജോലി പൂർത്തീകരിക്കാൻ 12 ദിവസം എടുക്കുന്നു. എന്നാൽ ബി മാത്രമായി പ്രസ്തുത ജോലി പൂർത്തീകരിക്കാൻ എത്ര ദിവസം എടുക്കുമെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇതുപോലെ നമുക്ക് ഒന്ന് എഴുതി നോക്കാം. എ ജോലി 20 ദിവസം എടുത്ത് പൂർത്തിയാക്കുന്നു. എക്ക് 20 days. ഇനി അടുത്തത് ബിയുടെ അല്ല തന്നിരിക്കുന്നത്, എയും ബിയും കൂടി ഒരുമിച്ചെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെ എഴുതണം എന്നറിയോ? എയും ബിയും, A + B എന്ന് എഴുതണം. എന്നിട്ട് അത് എത്ര ദിവസമാണെന്ന് നോക്കിക്കേ, 12 days കൊണ്ട് തീർക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പിൽ എന്താണ്? നമ്മൾ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കും. അതെങ്ങനെയാ? ഇവരുടെ രണ്ടുപേരുടെയും LCM. അപ്പൊ നമ്മൾ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ പോവാ. 20ന്റെയും 12ന്റെയും LCM. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ 2ൽ തുടങ്ങാം. 10/20 20, 6 12, 2 60 എന്ന് വരും. അപ്പൊ ഇവിടുത്തെ ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ 60 ആണ്. അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? ഇനി ഇവരുടെ ഓരോരുത്തരുടെയും ഒരു ദിവസം ചെയ്യുന്ന വർക്ക് കണ്ടുപിടിക്കണം. അതായത് എ തന്നെ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ 60നെ ഈ 20 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് കിട്ടും. അപ്പൊ 60/20 ഇവിടെ വരുമ്പോൾ 3 വർക്കാണ് എ ഒരു ദിവസം ചെയ്യുന്നതെന്ന് കിട്ടും. ഇനി A + B, ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്ന A + B ആണല്ലോ. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കാൻ പോണേ A + B ഒരുമിച്ച് ഒരു ദിവസം ചെയ്യുന്ന വർക്ക്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താ? ഈ 60നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇവിടെ എഴുതും. അപ്പൊ 60/12 എന്ന് പറഞ്ഞാൽ 5 വർക്കാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പ്രീവിയസ് ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെയാണല്ലോ. മനസ്സിലായല്ലോ? അപ്പൊ ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് നോക്കാം. എന്നാൽ ബി മാത്രമായി പ്രസ്തുത ജോലി പൂർത്തീകരിക്കാൻ എത്ര ദിവസം എടുക്കുന്ന ചോദിച്ചേക്കുന്നത്. അപ്പൊ ഈ കേസിൽ നമുക്ക് തന്നേക്കുന്നത് ഞാൻ ഇവിടെ ഒന്ന് എടുത്തെഴുതാം. എക്ക് ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും? 3 വർക്ക് ചെയ്യും. എയും ബിയും ഒരുമിച്ച് എത്ര വർക്ക് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്? 5 വർക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനിൽ നിന്ന് ബി മാത്രം എത്ര വർക്ക് ചെയ്യുന്നുള്ള കണ്ടുപിടിക്കാൻ പാടില്ലേ? അപ്പൊ എ നമുക്കറിയാം, എ 3 ആണെന്ന് നമുക്കറിയാം. അപ്പൊ അങ്ങനെയാണ് ബി എന്ന് പറഞ്ഞാൽ 5 - 3 2 വർക്കാണ് ബി ഒരു ദിവസം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര ദിവസം വേണമെന്നുള്ളത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അപ്പൊ ഡേയ്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ വർക്കായ 60 ഡിവൈഡഡ് വിത്ത് ബിയുടെ കാര്യമാണ് ചോദിച്ചത്. അപ്പൊ ബിയുടെ എഫിഷ്യൻസി മാത്രം എഴുതിയാൽ മതി. /2 which is equal to 30. 30 ദിവസം കൊണ്ട് ബി തനിയെ ആ ജോലി പൂർത്തിയാക്കാനായിട്ട് എടുക്കും. അപ്പൊ ഓപ്ഷൻ സി ആണ് ഇതിന്റെ ഉത്തരം വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ഈ ഒരു സ്റ്റെപ്പ്, ഇത്രയും സ്റ്റെപ്പ് എല്ലാത്തിനും സെയിം ആയിരിക്കും. എന്നിട്ട് നമ്മൾ ചോദ്യത്തിനനുസരിച്ച് മോഡിഫിക്കേഷൻ കൊണ്ടുവന്നത്. ചോദ്യം ശ്രദ്ധിക്കുക. പ്രകാശനും രമേശനും ചേർന്ന് ഒരു ജോലി 12 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. പ്രകാശൻ മാത്രം ആ ജോലി 30 ദിവസം കൊണ്ടാണ് തീർക്കുക എങ്കിൽ രമേശൻ മാത്രം ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കാം. നമുക്ക് തന്നേക്കുന്ന സംഭവങ്ങൾ അങ്ങനെ തന്നെ എടുത്തെഴുതാം. ഇപ്പൊ പ്രകാശനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി P എന്ന് എഴുതാം. രമേശനെ സൂചിപ്പിക്കാൻ ഞാൻ R എന്നുമാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ പ്രകാശനും രമേശനും ചേർന്ന് P + R ഒരു ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും? 12 ഡേയ്സിൽ തീർക്കും.
ഇനി പ്രകാശൻ മാത്രം ആ ജോലി 30 ദിവസം കൊണ്ട് 30 ഡേയ്സിൽ തീർക്കും. അങ്ങനെയാണെങ്കിൽ രമേശൻ മാത്രം ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കുന്ന ചോദിച്ചേക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇത് എടുത്തെഴുതി. അടുത്ത സ്റ്റെപ്പിൽ എന്തായിരുന്നു? നിങ്ങൾ ഓർത്ത് നോക്കിക്കേ, ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കണം അല്ലെ. എങ്ങനെയാണ് ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കേണ്ടത്? ഇതിന്റെ LCM. അപ്പം വർക്ക് നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. 12ന്റെയും 30ന്റെയും LCM 60 ഞാൻ വേണേൽ അത് കണ്ടുപിടിക്കണം എന്ന് എഴുതി കാണിക്കാം. 12, 30ന്റെ LCM നമുക്ക് 3 വെച്ച് എടുത്ത് നോക്കാം. 3 12, 3 30, 2 2 4, 2 10, 5 10, 60. അപ്പൊ ടോട്ടൽ വർക്ക് നമുക്ക് കിട്ടി. 60 വർക്കാണ് നമ്മുടെ ടോട്ടൽ വർക്ക്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ഓർത്ത് നോക്കിക്കേ. ഇനി ഇവര് ഈ സെറ്റും ഓരോ ദിവസം ചെയ്യുന്ന വർക്ക്, ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതായത് P+Rന്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ P+R ഒരു ദിവസം എത്ര വർക്ക് ചെയ്യുന്നു കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 60/12 എന്ന് പറയുന്നത് 5 വർക്കാണെന്ന് കിട്ടും. ഇനി P ഒരു ദിവസം ചെയ്യുന്ന വർക്ക് കാണാൻ എന്ത് ചെയ്താൽ മതി? 60/30 ചെയ്താൽ മതി. അപ്പോൾ 60/30 എന്ന് പറയുമ്പോൾ 2 വർക്ക് എന്നും കിട്ടും. അപ്പൊ ഇത്രയും കാര്യം എല്ലാ ക്വസ്റ്റ്യനും സെയിം ആണ്. ഇവിടം വരെ ചെയ്ത് നിർത്തിയതിന് ശേഷം നമ്മൾ ചോദ്യത്തിലേക്ക് നോക്കും. എങ്കിൽ രമേശൻ മാത്രം ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതാം. P+R എന്ന് പറഞ്ഞാൽ 5 വർക്കാണ് P+R ഒരുമിച്ച് ഒരു ദിവസം ചെയ്യുന്നത്. അതിൽ P തന്നെ, പ്രകാശൻ തന്നെ ഒരു ദിവസം 2 വർക്കും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് 6 കണ്ടുപിടിക്കാൻ പാടില്ലേ? ഈ Pയുടെ വാല്യൂ ഇതിലേക്ക് ഇട്ട് കൊടുക്കാലോ. 2+R ആണ് ഇവിടെ 5 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ രമേശൻ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ 5 - 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ആയിരിക്കും. 3 വർക്കാണ് രമേശൻ ഒരു ദിവസം ചെയ്യുന്ന വർക്ക്. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം വേണ്ടി വരുമെന്ന് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് ഡേയ്സിനെ കാണാൻ വേണ്ടിയിട്ട് ടോട്ടൽ വർക്ക് ഡിവൈഡഡ് വിത്ത് രമേശന്റെ എഫിഷ്യൻസി 60/3 വിച്ച് ഇസ് ഈക്വൽ ടു 20. 20 ദിവസം കൊണ്ടാണ് ആ വർക്ക് തീരുന്നത്. ഓപ്ഷൻ എ ആണ് ഇതിന്റെ ഉത്തരം വരുന്നത്. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങൾ നിങ്ങൾക്ക് പോളിലൂടെ പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലായ PSC വോയേജറിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പോൾ രൂപത്തിൽ പ്രാക്ടീസ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ടെലിഗ്രാമിൽ PSC വോയേജർ എന്ന് സെർച്ച് ചെയ്യുക. അല്ല എങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതുവഴിയോ നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലും ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സംശയങ്ങളും കമൻറ്റിലൂടെ എന്നോട് ചോദിക്കാവുന്നതാണ്. ഞാൻ അതിന് മറുപടി നൽകുന്നതായിരിക്കും. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ പേരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. PYQ സീരീസിന്റെ അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് ഉടനെ കാണാം. താങ്ക്